شهر رمضان الذي أنزل فيه القرآن. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحابته أجمعين أما بعد. ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്ന ഗ്രന്ഥത്തിൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ധരിക്കുന്ന ഒരു ഹദീസ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു എന്ന തലത്തിൽ നിന്നുകൊണ്ട് നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം, ഇന്നൽ ഹലാല ബയ്യനുൻ വ ഇന്നൽ ഹറാമ ബയ്യനുൻ. ഹലാൽ എന്ത് എന്ന് ഇസ്ലാമിൽ വളരെ വ്യക്തമാണ്. ഹറാമായ കാര്യങ്ങൾ എന്ത് എന്നതും ഇസ്ലാമിക ആദർശത്തിൽ വളരെ വ്യക്തമായി നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഹലാൽ എന്ത്, ഹറാം എന്ത് എന്ന കാര്യത്തിൽ ഇനി പുതിയ ഒരു ഹലാലോ പുതിയൊരു ഹറാമോ നിശ്ചയിക്കേണ്ടതില്ലാത്ത വിധം അതിൻ്റെ നിയമങ്ങൾ വ്യക്തമാണ്. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ വബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള ചില കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ വന്നേക്കാം. അത്തരം കാര്യങ്ങളിൽ ഹറാമാണോ എന്ന് സംശയിക്കാവുന്ന ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടതില്ലാത്തതാണോ എന്ന സംശയം വരുന്ന കാര്യങ്ങളോട് വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം പരമാവധി ഫമനിത്തക ശുബ്ഹാത്ത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വ ഇർളിഹി. അത്തരം സംശയകരമായ കാര്യങ്ങളിൽ നിന്ന് സൂക്ഷ്മത കാണിക്കുകയും അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അവൻ അവൻ്റെ ദീനും അഭിമാനവും സംരക്ഷിക്കുന്നു എന്നാണ്, സുരക്ഷിതമാക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നൊരു കാര്യം. വമൻ വഖഅ ഫി ശുബ്ഹാത്ത്, ആരാണോ ഈ സംശയമുള്ള കാര്യങ്ങളിലൊന്നും പരിഗണിക്കാതെ അതിലൊക്കെ എക്സ്ക്യൂസുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതിലൂടെ കടന്നു പോകുന്നത്, വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിൽ എത്തിച്ചേരാൻ വലിയ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ ഈ ഹദീസിൻ്റെ കോർ ഭാഗം ഇതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ പുതിയ കാലഘട്ടത്തിലാണ്, വല്ലാതെ മാറിപ്പോയിട്ടുള്ള ടെക്നോളജിയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്ന മാർഗങ്ങൾ വളരെ വ്യക്തമാണ്. ആ വ്യക്തമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ഹലാൽ ഹറാം എന്ത് എന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും അടിസ്ഥാന തത്വങ്ങളും ദീനിലുണ്ട്. ആ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനിടയിൽ സംശയകരമായ സാഹചര്യങ്ങളും ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന കാര്യങ്ങളും ഉണ്ടാകും. ആ കാര്യങ്ങളെ നമ്മൾ കൃത്യതയോടുകൂടി കാണുകയും അതിൽ പരമാവധി അതിലെ ചെളി പുരളാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിലെ രണ്ടാമത്തെ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമ അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. എല്ലാ വ്യക്തികൾക്കും, ഏതൊരു ഉത്തരവാദിത്വമുള്ള ആളുകൾക്കും ഒരു ബൗണ്ടറി ഉണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ബൗണ്ടറി, ഒരു അതിർത്തി എന്ന് പറയുന്നത് അവൻ ഹറാമാക്കിയ കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട്, നമുക്കറിയാം ഏതൊരു കളിക്കും ഒരു കളിക്കളമുണ്ടാകും, ജീവിതത്തിൻ്റെ ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് വലിയ ഒരു ആശയം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെക്കുന്നുണ്ട്. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. മനുഷ്യരെ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഇറച്ചി കഷ്ണമുണ്ട്, ഒരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ എല്ലാം നന്നായി. അത് മോശമായാൽ നിങ്ങളുടെ ജീവിതമാണ് മോശമായി പോകുന്നത്, നിങ്ങൾ തന്നെയാണ് മോശമായി പോകുന്നത്. ഏതാണ് ആ മാംസ കഷ്ണം? ഹൃദയമാണത്. അപ്പോൾ ഹൃദയം നന്നാക്കുകയും ആ ഹൃദയത്തിൻ്റെ നന്മയനുസരിച്ച് ഹലാലുകളും ഹറാമുകളും മതനിയമമനുസരിച്ച് കൃത്യത വരുത്തുകയും ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് ഈ ഹദീസ് നൽകുന്ന പാഠം.
അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.